മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് വചനത്തിലൂടെ പഠിപ്പിച്ച ഈശോ അനേകം മനുഷ്യരുടെ ജീവിതത്തിലൂടെ മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സാധ്യമായ രീതിയിൽ ഇടപെട്ട് അവരെ രക്ഷിച്ച ജീവിതാനുഭവങ്ങളാണല്ലോ ബെത്സൈദയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആൻഡോ എന്ന സഹോദരൻ കൂടി ചേരുന്നു. നമുക്ക് ആൻഡോ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാം. ആൻഡോ ചേട്ടൻ്റെ പേര് എനിക്കും അറിയാം, ഇപ്പം കേട്ടപ്പോൾ പ്രേക്ഷകർക്കും അറിയാം. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞു തുടങ്ങാം. വീട്ടുപേര്, സ്ഥലം, വീട്ടിലെ സാഹചര്യങ്ങൾ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എൻ്റെ പേര് ആൻഡോ പാക്രത്ത്. ദൈവം തന്ന ഭാര്യയും ദൈവം തന്ന 5 മക്കളുണ്ട് എനിക്ക്. ഓക്കെ. എവിടെയാണ് വീട്? എൻ്റെ വീട് എലിഞ്ഞിപ്രയാണ് ശരിക്കും വീടായിരുന്നു. ചാലക്കുടി എലിഞ്ഞിപ്ര പാർപ്പടം കപ്പളയുടെ അടുത്തായിരുന്നു എൻ്റെ വീട്. ഓക്കെ. അതിനുശേഷം ഞാൻ ചാലക്കുടിക്ക് വരാണ്ടായി. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ മൊത്തം ഒരു പരദേശിയാണ്. എനിക്ക് ഒരിക്കലും ഇന്ന സ്ഥലം എൻ്റെ സ്വന്തം, എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഞാൻ 40 വർഷത്തോളം പരദേശിയാണ്. കേരളത്തിന് പുറത്ത് 78 മുതൽ കേരളത്തിന് പുറത്താണ് ഞാൻ. 78 മുതൽ കേരളത്തിന് പുറത്താണ്. ഓക്കെ. അപ്പോൾ ഞാൻ കർണാടകത്തിൽ അവിടെ ബിർള കമ്പനി ആയിരുന്നു 78 മുതൽ 83 വരെ. ഓക്കെ. അപ്പോൾ 83-ന് ശേഷം നേരെ ഗൾഫിലേക്ക് പോയി. പ്രവാസ ജീവിതമായി. അപ്പോൾ കർണാടകത്തിലും പ്രവാസ ജീവിതം തന്നെയാണ്. പിന്നെ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ 83 മുതൽ 2018 വരെ നീണ്ട വർഷങ്ങൾ അവിടുത്തെ ഗൾഫ് രാജ്യങ്ങൾ തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നും പോകും. ഒരു 95 നാട്ടിൽ വന്നെങ്കിൽ കുറച്ച് ഇവിടെ സ്ഥിരമാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ ചാലക്കുടി വീടൊക്കെ ആയി ഇതായി വരാക്കാന്ന് വെച്ചാൽ വീണ്ടും മക്കളുടെ എണ്ണം കൂടിയപ്പോൾ വീണ്ടും 4-5 ആയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ ഇങ്ങനെ 4 മക്കൾ 5 മക്കളൊക്കെ ആവും പറഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ ദാനാണ്. ഒന്നും എനിക്ക് എൻ്റേതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ശരീരം പോലും ദൈവം തന്നതാണ്. ഇന്ന് ആ ഒരു ചിന്താഗതിയിലേക്ക് എന്നെ നയിച്ചിരിക്കുകയാണ് ദൈവം. കാരണം എൻ്റെ 40 വർഷക്കാലം പ്രവാസ ജീവിതമായിരുന്നു. ഇപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലായിട്ട് നാട്ടിലായി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ജീവിതാനുഭവങ്ങളുമായിട്ടാണ് ആൻഡോ ചേട്ടൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം കുറേ ലോകം കണ്ടു. സ്വന്തം നാട്, ജനിച്ചു വളർന്ന നാട്, അത് വിട്ട അന്യനാട്, ഇന്ത്യക്ക് പുറത്ത് കുറേ വർഷങ്ങൾ ജീവിച്ചു. വിവിധ തരത്തിലുള്ള ഭാഷ, സംസ്കാരങ്ങൾ, 7 ഭാഷ അറിയാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കസേരയിൽ വന്നിരിക്കാനായതിനൊരു കാരണം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ദൈവം ഇടപെട്ട എന്തെങ്കിലും അനുഭവങ്ങളുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കസേരയിൽ വന്നിരിക്കണേ. അപ്പോൾ ആൻഡോ ചേട്ടൻ ഉണ്ടായ ഒരു ദൈവിക ഇടപെടൽ എന്താണ്? ഒരു വലിയ ദൈവം ഒരു അത്ഭുതം ചെയ്തതായിട്ട് ജീവിതത്തിൽ പങ്കുവയ്ക്കാനുള്ളത്? എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മാലപ്പടക്കാണ് ശരിക്കും. അപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ ഉണ്ടായത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അതെല്ലാം എല്ലാം അത്ഭുതങ്ങളും മാലപ്പടക്കം. മരണത്തിൻ്റെ വക്കീന്ന് ദൈവം രക്ഷിക്കുന്ന ഒരു 9 പ്രാവശ്യം മരണത്തിൻ്റെ വക്കീന്ന് തന്നെ രക്ഷിച്ചിട്ടുണ്ട്. ചേട്ടനുണ്ടായ ഒരു ദൈവിക ഇടപെടൽ എന്തായിരുന്നു? ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വേദനയുടെ അനുഭവം, അതിലെങ്ങനെയാണ് ദൈവം ഇടപെട്ടത്? അതിനെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ ഗൾഫിൽ ഒരു 83 മുതൽ ഗൾഫിലായിരുന്നു. 85 ആണ് ഞങ്ങൾ 12 പേര് കൂടി കരിസ്മാറ്റിക് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തു. 85 ആ കരിസ്മാറ്റിക് പ്രയറിൽ സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ ഞാനും ഒരു അംഗമായിരുന്നു. അതിൽ ഞങ്ങൾ പിന്നെ അങ്ങനെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ആയി. അങ്ങനെ കുറഞ്ഞ് 92 വരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 92 എനിക്ക് ഭാഷാപരം കിട്ടണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ ഒരു ധ്യാനത്തിന് വേണ്ടി വരികയും 92 അങ്ങനെ കുളത്തുവയിൽ ധ്യാനം കൂടാൻ പോവുകയും ചെയ്തത്. അങ്ങനെ തിരിച്ച് ദുബായിക്ക് പോവുകയും ചെയ്തു, ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രം. അപ്പോൾ അന്ന് ഭാര്യയും മക്കളെയും 3 പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് പലരും ചോദിച്ചു എന്താണ് ഇങ്ങനെ വരാൻ കാരണം. ഭാര്യയും പിള്ളേരെ വേണ്ടി ഇട്ട് പോകാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ധ്യാനം കൂടാൻ വേണ്ടി മാത്രം അതിന് വേണ്ടി വന്നത്.
അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നീട് പ്രാർത്ഥനാ ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ വീട്ടിലും പ്രയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ ഏരിയയിൽ അവിടെ ഗൾഫിലുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രയർ ഗ്രൂപ്പിലൂടെയൊക്കെ ശക്തമായിട്ട് ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം 95 നാട്ടിൽ വരികയുണ്ടായി. 95 നാട്ടിൽ വന്ന് ഒരു 5-6 കൊല്ലത്തോളം നാട്ടിൽ നിൽക്കേണ്ട വന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പോയി ശേഷം ഗൾഫിൽ ആയി ഒരു 2018 ഞാൻ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നു. ഇവിടെ വെറുതെ ഇരിക്കേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഒരു ജോലിയിലൊക്കെ പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കുന്ന ജോലിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജോലി പോയിക്കൊണ്ടിരിക്കുന്നത് 2021 ഡിസംബർ 18 രാവിലെ 3:30 മണിക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്നു. ഞാൻ ബെഡിൽ തളർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ആ തളർന്നു കിടക്കുന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ ഒരു കണക്കിന് കൈ ഇട്ട് സ്വിച്ച് ഇടാൻ ബെഡിൻ്റെ ഇതിലേക്ക് നോക്കിയപ്പോൾ കൈ അനങ്ങാണ്ടായി. ഒരു കണക്കിന് കൈ പതുക്കെ അനക്കി സ്വിച്ച് ഇട്ടു. ഞാൻ തനിച്ചാണ് റൂമിൽ, വാതിൽ കുറ്റിയിട്ടായിരിക്കുന്നത്. ഭാര്യ വീട്ടിലില്ല, ബാംഗ്ലൂരാണ്. മകളെ അടുത്ത് പ്രസവിച്ചിട്ട് മകളെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ 2 മക്കളുള്ള ആൺമക്കളുണ്ട്, 4-ാമത്തെ 5-ാമത്തെ മകൻ. അവർ രണ്ടുപേരും അപ്സ്റ്റെയറിലാണ്, അവരവരുടെ മുറിയിലാണ് അവർ. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ഇട്ടു, പക്ഷേ കൈയും കാലും ഒന്നും അനങ്ങില്ല. ദൈവമേന്ന് വിളിച്ചു. ആ അവസ്ഥയിൽ എൻ്റെ കാല് പതുക്കെ ഞാൻ ഇറക്കി താഴേക്ക് ഇട്ടപ്പോൾ കാല് അങ്ങനെ തന്നെ താഴേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ആകെ പ്രശ്നമായി. ഞാൻ ആകെ പകച്ചുപോയി. എങ്കിലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. ആ ഒരു വിശ്വാസത്തിൽ ഞാനിരുന്നു. ഞാൻ അവിടെ കിടന്ന് 2 പേരും, ദാനിയേലിനും എൻ്റെ 4-ാമത്തെ മകന് 5-ാമത്തെ മകൻ സാമുവേലും, ഇവർ മാറി മാറി കുറേ വിളിച്ചു. ഫോണല്ല, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുറിയിൽ കുറ്റിയിട്ടിരിക്കുകയാണ്, അവരവരുടെ മുറിയിലും കുറ്റിയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഫോണാണെങ്കിൽ മേശപ്പുറത്ത് വാതിൽ കുറ്റിയിട്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ടും അപ്പോൾ അവർ അനക്കില്ലാണ്ടായി. അപ്പോൾ എൻ്റെ കണ്ണുകൾ പതുക്കെ അറിയാൻ തുടങ്ങി. പിന്നെ ഞാൻ പതുക്കെ ഞാൻ കരയാൻ തുടങ്ങി. ദൈവത്തെ വിളിച്ച്, എൻ്റെ ദൈവമേ, ഈ വാതിലിൻ്റെ കുറ്റി ഊരിയില്ലെങ്കിൽ ഞാൻ രാവിലെ എൻ്റെ മരിക്കാൻ പോകുന്നൊരവസ്ഥയിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ രാവിലെ മക്കൾ വരുമ്പോൾ ഞാൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരിക്കും കാണാം. ഇതെനിക്ക് വന്നതിൻ്റെ ശരീരം സ്റ്റോക്കാണ് വന്നിരിക്കുന്നത്, എനിക്ക് തന്നെ തോന്നുകയാണ്. അപ്പോൾ എനിക്ക് ആകെ ഇതായി. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കരയാന്നിറങ്ങി ആ വക്കിൽ, മരണത്തിൻ്റെ വക്കിൽ നിന്ന് തന്നെ ശരിക്ക് മുഖം മരണം കണ്ടുകൊണ്ട് ഈ വാതിൽ കുറ്റി നീ തുറന്നു തരാൻ. എനിക്ക് അസാധ്യമായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നു. എന്നിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ ദൈവത്തെ കുറേ കരഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു. പതുക്കെ കട്ടയിൽ ഇരിക്കാൻ സാധിച്ചു. ഇരുന്നു കൊണ്ട് ഒരൊറ്റ കുതിക്കലിന് ആ കുറ്റി ഉരുളും ഫോണെടുത്തിട്ട് കട്ടിൽ തന്നെ മലന്ന് വീണു. അത് കഴിഞ്ഞ് ഒരു കണക്കിന് തപ്പി പിടിച്ച് ഫോൺ, അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും ഒരു ഇതാണ്ട് പറ്റണില്ല. ഒരു കണക്കിന് ഫോൺ വിളിച്ചു. ഒരു കൈക്കും കാലിനും മൊത്തത്തിൽ തളർന്നു പോയിരിക്കുകയാണ്. ഞാൻ അടുത്ത കൈ അടുത്ത കാലാണ് ശരിക്കും കംപ്ലീറ്റ് തളർന്നു പോയതെന്നുള്ള പിന്നീട് മൊത്തം ആ സമയത്ത് മൊത്തം എന്നെ തളർന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ഒരു കണക്കിന് വലത്തൊക്കെ എടുത്ത് 2 ആൺമക്കളെയും വിളിക്കുന്നു, അവരെ കിട്ടുന്നില്ല. ബാംഗ്ലൂർക്ക് വിളിച്ച് അവരെ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ ലൈമ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ വിളിച്ചു. ചാലോട് ഞാൻ മരിക്കാൻ പോവാണ്, എന്താണെന്ന് വേണ്ട വെച്ചാൽ വേഗം വന്ന് രക്ഷിക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ കരയാണ്. ഇല്ല ആൻറ്റിച്ചേട്ടൻ മരിക്കില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് സിസ്റ്റർ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ മക്കളെ തന്നെ ട്രൈ ചെയ്യണം മുകളിലേക്ക്. അങ്ങനെ വിളിച്ചപ്പോൾ ഇളയവൻ ഓടി വന്നപ്പോൾ അവൻ വന്ന് എൻ്റെ അവസ്ഥ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി ചേട്ടനെയും ചേട്ടനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ അവൻ എൻജിനീയറാണ്. അവന് കുറച്ച് കാര്യം ഇവന് മനസ്സിലായില്ല ഇളയവന്. അപ്പോൾ 4-ാമത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഡാനിയേൽ വന്ന് വേഗം തന്നെ ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്രയും വേഗം ആംബുലൻസ് വിളിച്ച് എന്നെ ആശുപത്രിയിൽ എത്തിക്കുക, വേറെ ഒന്നും നോക്കണ്ട. അവരെത്രയും വേഗം വാതിൽ തുറന്ന്
അവരത് നോക്കി എന്നെ എടുക്കാൻ വലിച്ചടച്ച് കൊണ്ടുപോയി കാറിലിട്ട് കാറിന് തന്നെ ഗേറ്റ് തുറന്നു വേഗം അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് എൻ്റെ ഇത്. അത് കഴിഞ്ഞ് അപ്പോളോ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നേരെ ജൂബിലി ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവിടെ ഗിൽവാസിൻ്റെ ഇതിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ ഒരു 3 ദിവസം അവിടെ കിടന്ന് 3-ാമത്തെ ദിവസം വീട്ടിൽ വന്നു. വീണ്ടും ഞാൻ ബെഡിൽ തന്നെയാണ്. അപ്പോൾ അന്നേരം ഒരു സൈഡ് ശരിക്കും തളർന്നിട്ട്, അപ്പോൾ ഒരു സൈഡ് മുഴുവൻ തളർന്നിരിക്കുകയാണ്. ഞാൻ ഒന്നിനും പറ്റാത്തൊരവസ്ഥയ്ക്ക് എടുക്കുകയാണ്. ഒരവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിവൈനിലേക്ക് പോകണമെന്ന് ഞാൻ വിളിച്ച് ഡിവൈനിൽ ഉള്ള അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു എനിക്ക് അവിടെ ഡിവൈനിൽ ധ്യാനത്തിന് വരണം. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ബ്രദർ സജിത് ബ്രദർ വരുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇവിടേക്ക് വരണം. 6ാമത്തെ ഡിവൈൻ പാർട്ട് 6 ആണ്. അപ്പോൾ അതിൽ രാവിലെ ഞാൻ 9:30 മണിയായപ്പോഴേക്കും കാറിനെ കൊണ്ട് നിർത്തി. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് കാർ കൊണ്ടുപോയി. സ്റ്റേജിൻ്റെ അന്ന് എന്നെ പിടിച്ച് കൊണ്ടുപോയി ഞാൻ ഹോളിൽ കൊണ്ടിരുത്തി. കഴിഞ്ഞപ്പോഴാണ് സജിത് ബ്രദർ വന്നു. ധ്യാന ഹോളിൽ ഇരുന്നാണ് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ അങ്ങനെ തളർന്നു കിടന്നപ്പോൾ അതില് ആ അവസ്ഥ തന്നെ കസേര കൊണ്ട് കുറച്ചും കൂടി ഒരു ബെറ്ററായി. കാരണം ഫുള്ള് തളർന്നതിൽ അടുത്ത കാലും കൈയാണ് ഫുള്ള് തിറക്കുന്നത്. അങ്ങനെ ആ കസേര കൊണ്ടുപോയി പിടിച്ചിരുത്തി വൈഫരുത്തി വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂറും 17 മിനിറ്റും അതിപ്പോൾ ഡിവൈൻ പാർട്ട് 6 നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ അവസ്ഥ. അപ്പോൾ കഴിഞ്ഞപ്പോൾ സജി ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ അച്ഛനെ കർത്താവ് തൊട്ടിക്ക് എഴുന്നേറ്റ് നടക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. അതിൽ തന്നെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവം എന്നെ കൈവിടില്ല. ആ ഒരൊറ്റ ഇതിൽ ഞാൻ ഇതിൽ തന്നെ എഴുന്നേറ്റു. കർത്താവ് തൊട്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നടക്കാൻ പറ്റും. ഞാൻ ഒരു 6 സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ഞാൻ ഇരുന്ന് പോയി. നിലത്ത് തന്നെ പറഞ്ഞു. അതപ്പോൾ സജിത് ബ്രദർ ഈശോ എന്ന് പറഞ്ഞ് ഒന്നും ആരും തൊടണ്ട, ദൈവം ആളെ എഴുന്നേൽപ്പിക്കുന്നു, ആരും തൊടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 ശക്തി പ്രാപിച്ച് ഞാൻ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് പിന്നെ അങ്ങ് നടക്കുകയാണ്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിടല്ലേ. ഇതിലാ നടന്ന് പിന്നീട് എനിക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു സൗഖ്യമായിരുന്നു. എൻ്റെ വാക്കറും ഇതെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ സജി ബ്രദർ മേടിച്ച് വെച്ച് ആൾക്ക് എന്നും അറിയാം. ഞാൻ ഇടയ്ക്ക് ആളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഈശോ അത്ഭുതകരമായിട്ട് പൂർണ്ണമായിട്ട് കൈയുടെയും കാലിൻ്റെയും തളർച്ച മാറി, സൗഖ്യം മാറി. ഞാനിപ്പോൾ ഇവിടെ വന്നത് സ്കൂട്ടർ ഓടിച്ചാൽ കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും. ഇതിപ്പോൾ ഈ സൗഖ്യം കിട്ടിയിട്ട് എത്ര നാളായി? 2 വർഷമായി. 2021 ഡിസംബർ 18. 2 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ മരുന്ന് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 4 മാസത്തെത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് ഗുളികൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു പിടുത്തം ചിലത് വരാണ്ട്. അതുണ്ട്. ചെറിയൊരു ഇതുപോലെ അത് കുറേ നാളും കൂടി കഴിയുമ്പോൾ തന്നെ ക്ലിയർ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ വാഹനം ഓടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക്, വാഹനം ഓടിക്കാനോ യാതൊരു കാര്യങ്ങൾക്കോ ഒന്നിനും കുഴപ്പമില്ല. എന്ത് ജോലി ചെയ്യാനോ ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു ജോലിക്ക് എന്ത് വേണമെങ്കിലും പോയിക്കോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു ജോലിക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ടും ഞാൻ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ വായിച്ച് ദൈവത്തിന് വേണ്ടി ഇനി സാക്ഷിയാവുക മാത്രമല്ല ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. തീർച്ചയായിട്ടും ഞാൻ എന്നും വായിക്കുന്ന ഭാഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ മുഴുവൻ ജോലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അല്ലേ? 3 മക്കളുടെ കല്യാണം കഴിഞ്ഞു. 2 മക്കള് കല്യാണം കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ജോലി ആയല്ലോ. അവര് പഠിക്കാൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ഇല്ല, അവര് 2 ജർമ്മനിയിലാണ്. അപ്പോൾ മക്കളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളൊക്കെ മൂത്ത മകന് 2 പിള്ളേരുണ്ട്. അവര് പുറത്ത് UK-യിലാണ്. 2ാമത്തെ മകളാണ്. മകൾക്ക് 2 കുട്ടികളുണ്ട്. അവർ ബാംഗ്ലൂരാണ്. 3ാമത്തെ മകന് ഷപ്പേഡ്, അവൻ ദുബായിലാണ്. അവൻ്റെ ഭാര്യ ജർമ്മനിയിൽ പഠിക്കാൻ പോയിക്കാണ്. അവനൊരു കൊച്ചുണ്ട്. 4ാമത്തെ മകൻ ജർമ്മനിയിൽ, ഡാനിയൽ. 5ാമത്തവൻ ജർമ്മനിയിൽ. അവർ 2 പേരും 4-5 പഠിക്കാൻ പോയിരിക്കുകയാണ്. എനിക്ക് 2ാമതൊരു
അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഓക്കെ. ഞാൻ ഫുജിയറയിൽ നിന്നും ദുബായിലേക്ക് രാത്രി 12 മണി നേരത്ത് വണ്ടി വഴി പോവുകയാണ്. ജോലിയുടെ ഭാഗമായിട്ടാണ്? ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്നത് ആ സമയത്ത് കമ്പ്യൂട്ടറിലെ വർക്കും കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ബാങ്ക് 7 മണി ക്ലോസ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ ഫുജിയറ ബ്രാഞ്ചിലെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് രാത്രി തന്നെ പോകാൻ നോക്കി, അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ ഒരു സൗകര്യം തരും. അപ്പോൾ ഉണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ പോന്നു. അതാണ് സംഭവം. അപ്പോൾ വേഗം എത്രയും സ്പീഡിൽ വീട്ടിലെത്തുക. പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. അങ്ങനെ പോകുന്നപ്പോൾ 130-140 മൈൽ സ്പീഡിൽ അങ്ങോട്ട് വണ്ടി വിട്ടു പോവാണ്. അങ്ങനെ ആ പോകുന്ന സമയത്തിൽ ആ ക്ഷീണത്തിൻ്റെ വെളിച്ചത്തിൽ ഷാർജ എത്താറായപ്പോൾ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് ടയർ പൊട്ടിയ ശബ്ദം കേട്ട് വണ്ടി പെട്ടെന്ന് കൺട്രോൾ ചെയ്തു സൈഡിൽ നിർത്തിക്കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ അപകടത്തിൽ നിന്ന് ആ സമയത്ത് എത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ പൊടി പോലെയാവും. തീർച്ചയായിട്ടും. വേഗം ദൈവത്തിന് നന്ദി പറഞ്ഞു ഞാൻ നിന്ന് വരയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലെ 2 വീലും പോയി ഞാൻ നോക്കി. അപ്പോൾ ടയർ മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത് അവിടത്തെയാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് രണ്ടിനും കുഴപ്പമില്ല. ദൈവത്തിന് അപ്പോഴും നന്ദി പറഞ്ഞു. ബാക്കിൽ 3ാമത്തെ വീല് നോക്കി, അവനും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ 4ാമത്തെ വീല് നോക്കിയപ്പോൾ ഞാൻ നിന്ന് കരയായിരുന്നു. എൻ്റെ ദൈവമേ, നീ ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ വേറെ ഒരു പുഴുവാണ്. അപ്പോൾ എന്നെ ഇത്രമാത്രം നീ സ്നേഹിച്ചല്ലോ. 4 ടയറുകൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അവിടെ ഒരു ടയറും പൊട്ടിയിട്ടില്ല. എനിക്ക് കണ്ണ് നിറയെ ഞാൻ തന്നെയല്ല കരയണ, തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുക. എന്താ കേട്ടെന്നിട്ട് അറിയാനും പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, ചുറ്റും മരുഭൂമി സ്ഥലം, ആ പ്രദേശത്ത് ഒരു മനുഷ്യനില്ല. എന്തെങ്കിലും പറ്റിച്ചാൽ തന്നെ എത്ര സമയം കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് എന്നെ രക്ഷിക്കാൻ വരാം. അപ്പോൾ ഇത്രയും വലിയൊരു ശബ്ദം തന്ന് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാക്കുന്ന ദൈവം, അല്ലെങ്കിൽ ആ ഉറക്കത്തിൽ പോയി വണ്ടി ഇടിച്ചേനെ. തീർച്ചയായിട്ടും ആ ദൈവം അവിടെ ശരിക്ക് എന്നെ രക്ഷിക്കുകയായിരുന്നു. അത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഒന്നും കിട്ടില്ല. ആ ഒരവസ്ഥയായിരുന്നു. ഞാനത് നിന്ന് കണ്ടിട്ട് കരയായിരുന്നു. അവസ്ഥ കണ്ടിട്ട് ആ സ്പീഡിൽ അത്രയും വരായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് എടുത്ത് അവരെ കരഞ്ഞ് ആരോടും ഫോൺ വിളിക്കാനൊന്നും പോയില്ല. കാരണം അതിനുള്ള ഒരു ഇതിലാകെ ഞാൻ ഇതായിപ്പോയി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. അത് കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് അത് കഴിഞ്ഞിട്ട് സാധാരണ വണ്ടി എടുത്തു. ഒരു കുഴപ്പമില്ലാതെ ദൈവം എന്നെ വീട്ടിലെത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ വൈഫിനോട് ഇങ്ങനെ സംഭവം ഉണ്ടായത് പറഞ്ഞത്. അതെ, നമുക്ക് തമ്പുരാൻ നമ്മുടെ യാത്രയിൽ ഒരു സംരക്ഷണമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവം തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു കണ്ണ് നമ്മുടെ പുറകെ, നമ്മുടെ 2 കണ്ണല്ല പുറകെ ഉണ്ട്. നമ്മുടെ ഓരോ മൂമെൻറ്റും ദൈവം കാണുന്നുണ്ട്. ഈ ഒരു ബോധ്യം എനിക്ക് അതിനോട് കിട്ടി. നാം ഏത് അപകടത്തിൽ ചെന്ന് വീഴാൻ പോകുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ ഒരു വിശ്വാസം അതിലൂടെ എനിക്ക് കിട്ടി. അതുകൊണ്ട് പലപ്പോഴും പല സംഭവങ്ങളിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ ദൈവം രക്ഷിക്കുന്ന ഒരു ഭാഗം എനിക്ക് അനുഭവപ്പെടാൻ പറ്റും. ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളിലൂടെ തമ്പുരാൻ നമ്മളെ വഴി നടത്തുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കൂടുതൽ വിശ്വാസത്തിൽ വളരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ബൈബിളും പുസ്തകങ്ങളായിട്ട് അബുദാബിക്ക് പോണ സമയത്ത് എൻ്റെ കാറിൻ്റെ ഡെക്കി പോലീസ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ജയിലകത്ത് പോകേണ്ടതാണ്. ബൈബിളും കാസറ്റുകളായിരുന്നു. അബുദാബിയിലെ ധ്യാനത്തിന് വേണ്ടി ഞാൻ കൊണ്ടുപോവാണ്. ആ ചെക്കിങ്ങിന് ദുബായിൽ നിന്ന് അബുദാബിക്ക് പോണ വഴിയിൽ എൻ്റെ കാറ് നിർത്തി പോലീസ് ചെക്കിങ്ങാണ്. കാറിൻ്റെ ഡിക്കി തുറന്നു നോക്കി. ഇതൊന്നും അയാൾക്ക് കാണാൻ പറ്റില്ല. ദൈവം ആ നിമിഷം ആ പോലീസുകാരൻ്റെ കണ്ണ് കെട്ടി അടച്ചു. ജീവിതത്തിൽ ഇങ്ങനെ പല ദൈവാനുഭവങ്ങളിലൂടെ ദൈവം ഓരോരോ കാര്യങ്ങൾ ഓരോ സമയത്ത് പഠിപ്പിച്ചു തരുമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ വലിയൊരു അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഈശോ ഇടപെട്ടതിനെ കുറിച്ചുണ്ട്. ഇതെല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉള്ള പ്രാർത്ഥനാ ജീവിതവും കാര്യങ്ങളും ഒക്കെ ജീവിതാനുഭവങ്ങളുടെ ചുവട് പിടിച്ച് രൂപപ്പെടുത്തിയെടുത്തതാണ്. തീർച്ചയായിട്ടും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ നല്ല നാളുകൾ പ്രവാസി ജീവിതത്തിലായിരുന്നു. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അധ്വാനത്തിൻ്റെ മേഖലയിൽ കടന്നുപോയൊരു കുടുംബനാഥൻ
ദൈവം തന്ന 5 മക്കൾ, ആ മക്കളെല്ലാം ദൈവത്തിന് ഇണങ്ങുന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു. അദ്ദേഹവും അന്യനാട്ടിൽ വലിയൊരു വിശ്വാസത്തിലും ആത്മീയ കാര്യങ്ങളൊക്കെ അടിയുറച്ചൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നീട് പിൽക്കാലത്ത് ജീവിതത്തിൽ വന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൻ്റെ ഒരു സൈഡ് തളർന്നു. അത്ഭുതകരമായിട്ട് ഒരു വചന ശുശ്രൂഷയുടെ ഇടയിൽ കർത്താവ് കൊടുക്കുന്ന ഒരു സൗഖ്യം, ആ സൗഖ്യത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 2 വർഷമായി ശരീരത്തിൻ്റെ ഇടത്തുവശം കൈയും കാലും തളർന്ന ആൾ ഇപ്പോൾ ആൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന, ബൈക്ക് ഓടിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നത്. അങ്ങനെ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ശേഷിക്കുന്ന നാൾ ഇനി ജോലി കാര്യങ്ങളൊന്നുമല്ല, മക്കളൊക്കെ പ്രായമായല്ലോ, ഇനിയിപ്പോൾ ശാന്തമാകുക, എന്നിട്ട് കൂടുതൽ വചനം പഠിക്കുക, കൂടുതൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അങ്ങനെ ഒരു താല്പര്യമായിട്ട് ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ആൻഡോ എന്ന് പറയുന്ന സഹോദരൻ. നമ്മുടെ ഈ എപ്പിസോഡിൽ കണ്ടുമുട്ടിയ സാക്ഷ്യം ഇതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. എത്ര വലിയ മേഖലയാണെങ്കിൽ പോലും ദൈവത്തിനൊന്ന് തൊട്ടാൽ ആ ഒരൊറ്റ തൊടലും മതി ഒരാളുടെ ജീവിതത്തിൽ അങ്ങേയറ്റം വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ. അത് ശരീരത്തിലാണെങ്കിലും ഇനി മനസ്സിൻ്റെ കാര്യമാണെങ്കിലും ഒരാളുടെ വ്യക്തി സ്വഭാവത്തിൻ്റെയോ എന്തുമാകട്ടെ, ഏത് മേഖലയിലും ദൈവത്തിൻ്റെ ഒരു സ്പർശനമുണ്ടോ ആ വ്യക്തിയുടെ ജീവിതമാകെ മാറും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത്, ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഓരോ എപ്പിസോഡിൽ നമ്മൾ ഓരോ വ്യക്തിയെ കണ്ടുമുട്ടുവാണല്ലോ, ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിറയേണ്ട ബോധ്യം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട്. എൻ്റെ ഈ രോഗാവസ്ഥയിൽ ഞാൻ തളർന്നു പോകാനുള്ളതല്ല, ഞാൻ നിരാശപ്പെട്ടിരിക്കാനുള്ളതല്ല, മറിച്ച് എനിക്ക് ഈ രോഗം അനുവദിച്ച ദൈവത്തിന് ഇതിൻ്റെ അകത്ത് എന്തോ പദ്ധതിയുണ്ട്. ഞാൻ എൻ്റെ വേദനയും രോഗമായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ കൃപ നിറച്ച് എന്നെ വഴി നടത്തും. ഈ ഒരു വിശ്വാസവും ബോധ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ദൈവിക ഇടപെടലുകൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വിളിച്ചറിയിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊരു പ്രോഗ്രാമാക്കി റെക്കോർഡ് ചെയ്യുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.